ചേട്ടാ ചേട്ടാ ചേട്ടാ. ഓരോ ജീവനും അമൂല്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല ന്യൂസുകളിൽ കണ്ടിട്ടുണ്ട്. പരിപാടിയുടെ ഇടയിലും പ്രാക്ടീസുകളുടെ ഇടയിലും വർക്കൗട്ടിൻ്റെ ഇടയിലും ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട്. ഒരാൾ കുഴഞ്ഞു വീണാൽ എന്താണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ അജിത്ത്. ഒരാൾ കുഴഞ്ഞു വീണത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. അയാൾക്ക് ഹൃദയസ്തംഭനം അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ്, തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിന്നു പോകുക, ഷുഗർ കുറഞ്ഞു പോവുക, സ്ട്രോക്ക് പോലത്തെ കാരണങ്ങൾ, ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് കുഴഞ്ഞു വീണാം. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൃദയസ്തംഭനം അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ്. ഇന്ത്യയിൽ 7 ലക്ഷത്തോളം ആൾക്കാർ ഓരോ വർഷവും സഡൻ കാർഡിയക് അറസ്റ്റ് കൊണ്ട് മരണം സംഭവിക്കുന്നുണ്ട്. ഇതൊരു വളരെ വലിയൊരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഒരു നോൺ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് വരെയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. ഇതിൻ്റെ അകത്ത് മെജോറിറ്റി സഡൻ കാർഡിയക് അറസ്റ്റ് ഉണ്ടാവുന്നത് ഹോസ്പിറ്റലിന് പുറത്ത് വെച്ചാണ്. അതുകൊണ്ടാണ് നോർമൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നോൺ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് വരെയും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. ഇതിനകത്ത് ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മളെപ്പോഴും ആ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അവരിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ സേഫ് എൻവയൺമെന്റ് ആണോ എന്ന് നോക്കിയിരിക്കണം. ചില സമയങ്ങളിൽ ആൾക്കാർ കുഴഞ്ഞു വീണത് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഒരു വെള്ളത്തിലേക്കാകാം. അപ്പം നമ്മുടെയും പേഷ്യന്റിന്റെ സേഫ്റ്റി എപ്പോഴും നമ്മൾ നോക്കിയിരിക്കണം. രണ്ടാമത്, നമ്മൾ അവരെ ഷോൾഡറിൽ നന്നായിട്ട് ടാപ്പ് ചെയ്ത് അവരെ എഴുന്നേൽപ്പിക്കാൻ, അവരെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അത് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് അവരുടെ ഷോൾഡറിൽ ടാപ്പ് ചെയ്ത് വിളിച്ചു നോക്കണം. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ ടാപ്പ് ചെയ്ത് വിളിച്ച് ഒരാൾ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ്, ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണെന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ആംബുലൻസോ അടുത്തൊരു ഹെൽപ്പിനായിട്ട് ആൾക്കാരെ വിളിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ പൾസ് നോക്കുക. നമ്മൾ 3 വിരൽ വെച്ച് കഴുത്തിന്റെ അവിടുത്തെ പൾസാണ് നോക്കണത്. കാരണം ആ പൾസിന്റെ പേരാണ് കരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത്. ഈ പൾസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൾസ് എന്ന് പറയുന്നത്. അത് നമ്മൾ 3 വിരൽ വെച്ച് കഴുത്തിന്റെ നമ്മൾ വിൻ പൈപ്പ് എന്ന് പറയുന്ന ട്യൂബിന്റെയും ഇവിടുത്തെ മസിലിന്റെയും ഇടയിലാണ് നമ്മൾ ആ വിരൽ വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ 5 സെക്കൻഡോളം അവിടെ അമർത്തി പിടിച്ച് കയ്യിൽ ഒരാശമെങ്കിലും പൾസ് അടിക്കണ്ടോ നോക്കും. അങ്ങനെ ഒരു പൾസ് അടിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് CPR എന്നുള്ള പ്രവൃത്തിയിലേക്കാണ് നമ്മൾ ചെയ്യണത്. CPR അല്ലെങ്കിൽ കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. ഒരു ഹാർട്ട് നിന്ന് പോകുമ്പോൾ അതിനെ കൃത്രിമമായിട്ട് പുറത്തുനിന്ന് മസാജ് ചെയ്ത് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യണ ഒരു പ്രവൃത്തിക്കാണ് നമ്മൾ CPR എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഹാർട്ടിന്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ കൈ കറക്റ്റ് പൊസിഷനിൽ വെച്ച് നമ്മൾ അവരെ അമർത്തി നമ്മളൊരു ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. നമ്മൾ ഇത്ര ആലോചിച്ചാൽ ഒരു വണ്ടി നിന്ന് പോകുമ്പോൾ വണ്ടി ഒന്ന് തള്ളി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ ആ ഒരു സപ്പോർട്ടാണ് നമ്മൾ CPR കൊണ്ട് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ സൈഡിൽ വേണം നിൽക്കാൻ. അതിൻ്റെ ഹാൻഡ് ഹോൾഡ് ചെയ്യണതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ എഴുതാൻ ഉപയോഗിക്കുക വെച്ചാൽ നമ്മുടെ ഡോമിനന്റ് ഹാൻഡ് താഴെ വെച്ചുകൊണ്ട് നമ്മൾ കൈ ഇന്റർലോക്ക് ചെയ്ത് വേണം പിടിക്കാൻ. ഇങ്ങനെ കൈ ഇന്റർലോക്ക് ചെയ്ത് പിടിച്ചിട്ട് മുട്ടുകളെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വയ്ക്കുക. ഈ മുട്ടും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ഈ കൈയിന്റെ ഈ ഭാഗം ആണ് നമ്മുടെ നെഞ്ചിന്റെ നടുക്കുള്ള ഒരു എല്ലുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ എല്ല്. ആ എല്ലിന്റെ ലോവർ ഹാഫിലാണ് നമ്മൾ ഈ കൈ പത്തി വെക്കേണ്ടത്. ഈ കൈയിന്റെ ഈ ഭാഗം വെക്കേണ്ടത് ആ നെഞ്ചിന്റെ ലോവർ പാർട്ടിലാണ്. അവിടെ നമ്മൾ വെച്ചിട്ട് നമ്മുടെ ഫുൾ ബോഡി വെയിറ്റ് അതിലേക്ക് വന്നിട്ടാണ് നമ്മൾ CPR എന്ന് പറഞ്ഞ കാര്യം ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് കംപ്രഷൻ 100 തൊട്ട് 120 കംപ്രഷൻ 1 മിനിറ്റിലും 5 തൊട്ട് 6 സെന്റിമീറ്റർ ഡെപ്തിലും പോകണം ഈ ഒരു കംപ്രഷൻ എഫക്റ്റീവ് ആവാൻ. അങ്ങനെ നല്ല രീതിയിൽ ഒരു കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗീനെ നമുക്കൊരു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്ന വഴിക്ക് തന്നെ അയാളുടെ ജീവൻ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് നമുക്കധികം സമയമില്ല. എന്നുവെച്ചാൽ ഒരാളുടെ ഹൃദയസ്തംഭനം ഉണ്ടായിക്കഴിഞ്ഞാൽ തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിന്നു പോകുകയും അങ്ങനെ തലച്ചോറിലേക്കുള്ള സെൽസ്, തലച്ചോറിലെ സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസ് അത് ക്ഷയിച്ചു പോകാനും സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഓരോ സെക്കൻഡ് കഴിയും തോറും ഇതിന്റെ ഡാമേജ് വളരെ കൂടുതലാണ്. അങ്ങനെയാണ് ആൾക്കാർ കോമ സ്റ്റേജിലേക്ക് വരെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് CPR ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങണം. 3 മിനിറ്റിന് ശേഷം ചെയ്യുന്ന CPR ആണെങ്കിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് വളരെ മോശമാണ്.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഈ CPR സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതുകൊണ്ട് നോൺ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് വരെ എന്ന് പറയുന്നത് എല്ലാ കോമൺ മാനിന് വരെയും CPR ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു ചെറിയൊരു സ്റ്റെപ്പായിരിക്കാം ഒരു ജീവൻ രക്ഷിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആ കുടുംബത്തിനെയും സപ്പോർട്ട് ചെയ്യണത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ മാത്രമല്ല, ഈ ഒരു CPR എന്ന് പറയുന്ന ഒരു ബേസിക് കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. അതിൽ കൂടെ പല ജീവനും ചിലപ്പോൾ നമുക്ക് രക്ഷിക്കാം. താങ്ക് യു.